ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള ജിയോജിബ്ര എന്ന ഫോൾഡറിൽ index.html എന്ന പേര് നൽകിയിരിക്കുന്നു. ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉൾപ്പെടുത്തി നൽകിയ മാതൃകയിലേതുപോലെ വെബ് പേജ് ആകർഷകമാക്കുക. എക്സാം ഡോക്യുമെൻറ്റ്സിലെ ജിയോജിബ്ര എന്ന ഫോൾഡറിലുള്ള geogebra.css എന്ന ഫയൽ വെബ് പേജിൽ ലിങ്ക് ചെയ്താണ് പ്രവർത്തനം ചെയ്യേണ്ടത്. പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് geogebra.css എന്ന ഫയൽ example ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുക. മാറ്റം വരുത്തിയ index.html എന്ന ഫയൽ സേവാ സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ example എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുക. A web page related to GeoGebra, namely index.html, is given in the GeoGebra folder in exam documents in Home. Open it in text editor and include external style sheet to make the web page attractive as in the model. The file named geogebra.css given in the folder GeoGebra in exam documents should be linked in the web page. Copy the file geogebra.css to exam10 before proceeding. Save the file using Save As option to the exam10 folder in Home with your register number question number as the file name. Then open this file in web browser and display it. ഈ ചോദ്യത്തിൽ ഇവിടെ കാണുന്ന geogebra.css എന്നത് ശ്രദ്ധിക്കുക. ഈ ഫയലിലേക്ക് ലിങ്ക് കൊടുക്കുക മാത്രമാണ് ഈ ചോദ്യത്തിൽ ചെയ്യുവാനുള്ളത്. ആദ്യം നമുക്ക് ഈ ഫയൽ exam10 ഫോൾഡറിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. അതിനായി ഹോമിലെ എക്സാം ഡോക്യുമെൻ്റ് തുറക്കുന്നു. ഇതിലെ ജിയോജിബ്ര എന്ന ഫോൾഡർ തുറക്കുന്നു. ഇതിൽ geogebra.css എന്ന ഫയൽ ഇതാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനെ ഇനി ഹോമിൽ തന്നെയുള്ള exam10ലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇനി ജിയോജിബ്ര ഫോൾഡറിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അതിനുവേണ്ടി ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു, ജിയോജിബ്ര തുറക്കുന്നു. index.html എന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഈ പേജ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആദ്യം തുറക്കുന്നു. നിലവിൽ പേജ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തി കഴിയുമ്പോൾ ഇത് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ രീതിയിലേക്ക് വന്നിട്ടുണ്ടാകും. ഇതിനെ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യുന്നു. ഇനി സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ തുറക്കുന്നു. ലിങ്ക് കൊടുക്കുക എന്നത് മാത്രമാണ് ആകെ ചെയ്യുവാനുള്ളത്. അതിനുള്ള സ്ഥാനം ശ്രദ്ധിക്കുക. ഇവിടെ കാണുന്ന ഹെഡ് ടാഗുകൾക്കുള്ളിലാണ് ലിങ്ക് കൊടുക്കേണ്ടത്. നമുക്കിവിടെ ക്ലോസിംഗ് ടാഗിന് തൊട്ട് മുൻപിൽ ലിങ്ക് കൊടുത്ത് നോക്കാം. അതിനായി ആദ്യം ഇവിടെ ലെസ് ദാൻ ചിഹ്നം ടൈപ്പ് ചെയ്യുന്നു, ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു, പേസ് റിലേഷൻ്റെ ചുരുക്കമായ REL എന്ന് ടൈപ്പ് ചെയ്യുന്നു, പിന്നെ സമം ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു, പേസ് ഇനി ടൈപ്പ് സമം ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ test/CSS ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു, വീണ്ടും സ്പേസ് ഇനി href സമം ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ geogebra.css എന്നത് സ്പെല്ലിംഗ് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. geogebra.css ഗ്രേറ്റർ ദാൻ ചിഹ്നം കൊണ്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി സേവ് ആസ് ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഫയൽ സേവ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്ന ഓപ്ഷനിലാണ് ഇവിടെ ക്ലിക്ക് ചെയ്തത്. ഹോമിലെ exam10 സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ എന്ന രീതിയിൽ ഫയലിന് പേര് മാറ്റി നൽകുന്നു. .html മായ്ക്കുന്നില്ല. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഇത് പ്രദർശിപ്പിച്ചു വെക്കണം. അതിനുവേണ്ടി ഹോമിലെ exam10 തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ചോദ്യത്തിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമ്മളുടെ വെബ് പേജ് മാറിക്കഴിഞ്ഞു.